ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ IRR എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എക്സാം ഓറിയൻറ്റഡ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ് കൂടെ വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ IRR കാൽക്കുലേഷൻ രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്നാമത്തത് വെൻ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ആർ ഈക്വൽ. ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഈക്വൽ ആണെങ്കിൽ, എല്ലാ വർഷവും വരുന്ന ക്യാഷ് ഇൻഫ്ലോ ഈക്വൽ ആണെങ്കിൽ എങ്ങനെയാണ് IRR കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് നമ്മളൊരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുകൊണ്ട് നോക്കാം. എ പ്രൊജക്റ്റ് കോസ്റ്റ് ₹6,000 ആൻഡ് ഈസ് എക്സ്പെക്റ്റഡ് ടു ജനറേറ്റ് ക്യാഷ് ഇൻഫ്ലോ ഓഫ് ₹2,000 ഓവർ ഇറ്റ്സ് ലൈഫ് ഓഫ് 5 years. ഓക്കെ, 5 വർഷം വരെ ഓരോ കൊല്ലവും 2000 വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് ഇൻഫ്ലോ കിട്ടും. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് അല്ലെങ്കിൽ കോസ്റ്റ്, പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് വരുന്നത് എത്രയാണ്? 6,000 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് IRR കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ വർഷവും 2000 എന്ത് വരുന്നത്? ഇൻഫ്ലോ വരുന്നത്, ക്യാഷ് ഇൻഫ്ലോ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ, ഈക്വൽ ആകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് PV ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ഐറ്റം കണ്ടെത്തണം. PV ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ആണ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? ഇവിടെ 6,000 ആണ്. ആനുവൽ ക്യാഷ് ഇൻഫ്ലോ 2,000 ആണ്. അപ്പോൾ 6,000 ഡിവൈഡ് ബൈ 2,000 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഓക്കെ, ഈ 3 കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ടേബിൾ 2 എടുക്കുക. അതായത് പ്രസൻറ്റ് വാല്യൂ ടേബിൾ 2 എടുക്കുന്നു. എന്നിട്ട് ഈ 3 എന്ന് പറയുന്നത് ഈ ടേബിൾ 2ൽ എവിടെയാണോ വരുന്നത് എന്നുള്ളത് ജസ്റ്റ് നമ്മൾ നോക്കുക. ഓക്കെ, അപ്പോൾ ടേബിൾ 2ൽ ജസ്റ്റ് നിങ്ങൾ നോക്കുക. 3ന് നിയറസ്റ്റ് ആയിട്ട് വരുന്നത് ഇവിടെ നിങ്ങൾ നോക്കുക 3.127 അതേപോലെ 2.991. 3 എന്ന് പറയുന്ന എക്സാക്ട്ലി ആ വാല്യൂ ഇല്ല. നിയറസ്റ്റ് വരുന്ന വാല്യൂ രണ്ടെണ്ണം അതാണ്, 3.127 2.991. ഓക്കെ, അപ്പോൾ ടേബിൾ 2 ആണ് എടുക്കേണ്ടത്. ആ ടേബിൾ 2 ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ജസ്റ്റ് നോക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണ് വരുന്നത്? 20%, 18% ഈ 2% നമ്മൾ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ടേബിൾ 2 പ്രകാരം നമുക്ക് 3യുടെ നിയറസ്റ്റ് വരുന്ന വാല്യൂ ഏതാണെന്ന് കിട്ടി. 18%, 20%, അതിൻ്റെ PV വാല്യൂ എത്രയാണെന്നുള്ളതും നമുക്ക് കിട്ടി. ഓക്കെ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടെത്തുന്നു. അതായത് പ്രസൻറ്റ് വാല്യൂ കാണുക. പ്രസൻറ്റ് വാല്യൂ 18% 2,000 ഇൻറ്റു 3.127 അത് കാണുന്നു. ദെൻ അതേപോലെ അടുത്തത് 20% 2,000 ഇൻ 2.991 അതും കാണുന്നു. ഓക്കെ, അപ്പോൾ 5,982, മറ്റേത് 6,254 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ IRRൻ്റെ ഇക്വേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. IRR is equal to L plus P1 minus Q divided by P1 minus P2 into H minus L ആണ്. അത് L എന്ന് പറഞ്ഞാൽ ഇവിടെ ലോവർ ഡിസ്കൗണ്ട് റേറ്റ്, അതായത് ഇവിടെ എത്രയാണ്? 18% ആണ്. ഇനി H എന്ന് പറയുന്നത് ഹയർ ഡിസ്കൗണ്ട് റേറ്റ്, അത് എത്രയാണ്? 20% ആണ്. ഇനി P1 എന്ന് പറഞ്ഞാൽ PV അറ്റ് ലോവർ റേറ്റ്. ലോവർ റേറ്റിൽ എത്രയാണ് PV? ലോവർ റേറ്റ് എന്ന് പറയുന്നത് 18%. അതിൽ PV എത്രയാണ്? 6,254 ആണ്. ഇനി P2 എന്ന് പറയുന്നത് PV അറ്റ് ഹയർ റേറ്റ് ആണ്. ഹയർ റേറ്റ് എന്ന് പറയുന്നത് 20% ആണ്. അതിൽ എത്രയാണ് PV എന്ന് പറയുന്നത്? പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 5,982 ആണ്. Q എന്ന് പറയുന്നത് നെറ്റ് ക്യാഷ് ഔട്ട്ലേ ആണ്, എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തുകയാണ്. അത് എത്രയാണ്? 6,000 ആണ്. ഇതാണ് വരുന്നത്. അത് ജസ്റ്റ് നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നു. അതായത് ഈസ് ഈക്വൽ ടു 18% പ്ലസ് 6,254 മൈനസ് 6,000 ഡിവൈഡ് ബൈ 6,254 മൈനസ് 5,982. ഓക്കെ, ഇൻറ്റു ഹയർ റേറ്റ് എന്ന് പറയുന്നത് 20% മൈനസ് ലോവർ റേറ്റ് 18%. അപ്പോൾ 18% പ്ലസ് എന്ത് വരും? 254 ഡിവൈഡ് ബൈ 272 ഇൻറ്റു 2 എന്ന് വരും. that is 18% plus 1.87, that is equal to 19.87% എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത വരുന്നത് വെൻ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ആർ അൺഈക്വൽ ആണ്. ക്യാഷ് ഇൻഫ്ലോസ് ഈക്വൽ അല്ല, അൺഈക്വൽ ആണെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ്. ജസ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് IRR. കോസ്റ്റ് എത്രയാണ്? 22,000 ആണ്. ഇനി ഇയർ അതേപോലെ ക്യാഷ് ഇൻഫ്ലോ, ഓരോ വർഷത്തെയും ക്യാഷ് ഇൻഫ്ലോ. ഒന്നാമത്തെ വർഷം എത്രയാണ്? 12,000, രണ്ടാമത്തെ വർഷം 4,000, മൂന്നാമത്തെ വർഷം 2,000, നാലാമത്തെ വർഷം 10,000. ഇതാണ് ക്യാഷ് ഫ്ലോ വരുന്നത്. അപ്പോൾ ഇവിടെ ഡിഫറൻ്റ് ആണ് ക്യാഷ് ഫ്ലോ. ഇങ്ങനെ ഡിഫറൻ്റ് ആകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? PV ഫാക്ടർ കാണുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ PV ഫാക്ടർ കാണുക. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡ് ബൈ ആനുവൽ ആവറേജ് ക്യാഷ് ഇൻഫ്ലോസ് ആണ്. അപ്പോൾ നമ്മുടെ വാല്യൂസിൻ്റെ ആവറേജ് കാണണം, ആവറേജ് ക്യാഷ് ഇൻഫ്ലോസ് കാണണം. ഇത് ആവറേജ് എന്ന് പറഞ്ഞാൽ എല്ലാ ക്യാഷ് ഇൻഫ്ലോസും ആഡ് ചെയ്യുന്നു, ഡിവൈഡ് ബൈ എത്ര വർഷമുണ്ട്? 4 ആണ്. അപ്പോൾ 7,000 നമുക്ക് ആവറേജ് കിട്ടും.
ഓക്കെ, അപ്പോൾ പി വി ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റ് 22,000 ആണ്, ആവറേജ് 7,000, അപ്പോൾ 3.14 എന്ന് കിട്ടും. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, പ്രസൻറ്റ് വാല്യൂ ടേബിൾ 2ൽ 3.14 വരുന്നത് എവിടെയാണ്, ഏറ്റവും നിയറസ്റ്റ് വരുന്നത് എവിടെയാണെന്ന് നോക്കുക. ജസ്റ്റ് നിങ്ങൾ ടേബിൾ 2ൽ 3.170 എന്ന് പറയുന്ന ഒരു വാല്യൂ നിങ്ങൾക്ക് കാണാം. അതേപോലെ 3.037 എന്ന് പറയുന്ന ഒരു വാല്യൂ കാണാം. അപ്പോൾ 3.14 എന്ന് പറയുന്നത് ഇതിൻ്റെ മിഡിലായിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ 10%, അതേപോലെ 12%. ഇത് രണ്ടിൻ്റെയും മിഡിലായിട്ടാണ് എന്ത് വരുന്നത്, 3.14 എന്ന് പറയുന്ന വാല്യൂ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ 2% ആണ് കിട്ടുന്നത്, ഒന്ന് 10%, മറ്റൊന്ന് 12%. അപ്പോൾ 10% ഡിസ്കൗണ്ടിങ് ഫാക്ടർ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ പി വി കാണുന്നു, പ്രസൻറ്റ് വാല്യൂ കാണുന്നു. അതായത് ഇയർ ക്യാഷ് ഇൻഫ്ലോ 12,000, 4,000, 2,000, 10,000 ഇത്രയുമാണ് വരുന്നത്. ഇനി ഈ ഒരു 10% ഡിസ്കൗണ്ടിങ് ഫാക്ടർ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ടേബിൾ 1ൻ്റെ വാല്യൂ ആണ് ഇവിടെ എടുക്കുന്നത്. ടേബിൾ 1ൻ്റെ വാല്യൂ 10%ന് നേരെ വരുന്ന ടേബിൾ 1ൻ്റെ വാല്യൂ എടുക്കുന്നു. അതായത് ഒന്നാമത്തെ വർഷം 0.909, ദെൻ നെക്സ്റ്റ് 0.826, 0.751, ദെൻ 0.683 എന്നുള്ള ആ ഒരു വാല്യൂ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതുന്നു. ഓക്കെ, ഇനി ഈ ഒരു ക്യാഷ് ഇൻഫ്ലോയും അതേപോലെ തന്നെ പി വി ഫാക്ടർ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 12,000 × 0.909 10,908 എന്ന് കിട്ടും. 4,000 × 0.826 3,304, 2,000 × 0.751 1,502, then 10,000 × 0.683 6,830 എന്ന് കിട്ടും. ഇനി ഇതിനെ ടോട്ടൽ ചെയ്യുന്നു, അപ്പോൾ 22,544 എന്ന് കിട്ടും. ഇതിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ദി പ്രൊജക്റ്റ് മൈനസ് ചെയ്യുന്നു 22,000, അപ്പോൾ നമുക്ക് പ്ലസ് എത്ര കിട്ടും, 544 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ 10%നെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ചെയ്തത്. ഇതേപോലെ 12%നെ ബേസ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. 12% എടുക്കുന്നു, അതായത് ടേബിൾ വാല്യൂവിൽ 12%, ടേബിൾ 1ൽ 12%ന് നേരെയുള്ള വാല്യൂസിനെ നമ്മൾ എടുക്കുന്നു. അപ്പോൾ നമുക്ക് 0.893, 0.797, 0.712, 0.636 ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 21,688 എന്ന് കിട്ടും. ഇതിൽ നമ്മൾ കോസ്റ്റ് മൈനസ് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് -312 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടിൻ്റെയും എൻ പി വി നമുക്ക് കിട്ടി, രണ്ട് റേറ്റിൻ്റെയും എൻ പി വി നമുക്ക് കിട്ടി. ഒന്ന് മൈനസും ഒന്ന് പ്ലസ്സുമാണ് കിട്ടുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, IRR ബിറ്റ്വീൻ എന്തായിരിക്കും 10% ആൻഡ് 12% ആണ്. ഇത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ IRRൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. IRRൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ആയിട്ടുള്ള IRR = ലോവർ റേറ്റ് പ്ലസ് P1 - Q / P1 - P2 × H - L എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. നമുക്ക് ലോവർ റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. അതേപോലെ P1 എന്ന് പറയുന്നത്, അതായത് പ്രസൻറ്റ് വാല്യൂ എന്താണ്, അറ്റ് ലോവർ റേറ്റ് ആണ്, 22,544 ആണ്. ദെൻ നെക്സ്റ്റ് Q എന്ന് പറയുന്നത് കോസ്റ്റ് ആണ് 22,000. ദെൻ അതേപോലെ തന്നെ ഡിവൈഡ് ബൈ P1 മൈനസ് എന്താണ്, P2 ആണ്. P1 എന്ന് പറയുന്നത് 22,544 മൈനസ് P2 എന്ന് പറയുന്നത് 21,688 ആണ്. ദെൻ ഇൻറ്റു ഹയർ റേറ്റ് മൈനസ് ലോവർ റേറ്റ് 12 - 10 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 + 544 ഡിവൈഡ് ബൈ 856 × 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 10 + 1.27, ദാറ്റ് ഈസ് ഈക്വൽ ടു 11.27 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇത്തരത്തിലാണ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ IRR കാൽക്കുലേറ്റ് ചെയ്യുന്നത്. IRR എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.